നമസ്കാരം. സ്നേഹോഷ്മളത കൊണ്ട് മതിലുകൾ ഭേദിക്കുക. ഗുരു നിത്യചൈതന്യയതി. കടുത്ത പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടമാണിത് എന്ന് കരുതപ്പെടാതിരുന്ന ഒരു കാലവും മനുഷ്യചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മനുഷ്യന്റെ സഹിഷ്ണുതയെയും വിജ്ഞാനത്തെയും മാറ്റുരച്ചു നോക്കിയ പ്രതിസന്ധി കാലങ്ങളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും. അനേകതരമായ പിഴവുകൾ ഉള്ളപ്പോഴും മനുഷ്യൻ അവൻ്റെ സംസ്കാര ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിജയകരമായി പുതിയ നാഴികക്കല്ലുകൾ നാട്ടുകയായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിൻ്റെ കാതലായ പ്രശ്നം യുദ്ധസന്നദ്ധരായി പരസ്പരം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമുദായികമായ ശാക്തിക ചേരിതിരിവാണ്. ബുദ്ധിഭ്രമം കൊണ്ടുണ്ടാകുന്ന ദ്രോഹചിന്തയുടെ രൂപത്തിലുള്ള അടിസ്ഥാനരഹിതമായ വിദ്വേഷമാണ് വർഗീയതയെ വളർത്തുന്നത്. ശത്രുപാളയത്തിൽ വൃത്തികെട്ട ഗൂഢാലോചനകൾ നടക്കുന്നതായി സങ്കൽപ്പിച്ച് ഇരുകൂട്ടരും ഭയപ്പെടുന്നു. സ്വന്തക്കാരെ നമ്മൾ എന്നും നമ്മുടേതെന്നും കണക്കാക്കുമ്പോൾ ശത്രുക്കളായി സങ്കൽപ്പിച്ചു വെറുക്കുന്നവരെ അവർ എന്നും അവരുടേതെന്നും പറഞ്ഞ് അകറ്റി നിർത്തും. മനോവിശാരദന്മാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ഞാൻ ശരിയാണ് നീ ശരിയല്ല എന്ന്. പിന്നീട് ഡോക്ടർ എലിസബത്ത് കുബ്ലർ ഇതിനെ ഇങ്ങനെ തിരുത്തുകയുണ്ടായി, ഞാൻ ശരിയല്ല നീ ശരിയല്ല, എന്നാൽ അത് ശരിയാണ്. വ്യക്തിയിൽ ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന എലിസബത്ത് കുബ്ലറുടെ ഈ വാക്കുകൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരുവന്റെ കുറ്റബോധത്തെ പെട്ടെന്ന് തന്നെ മൗനമാക്കാനാകും. മനുഷ്യന്റെ എല്ലാ ജീവിത മേഖലകളിലും ഇതുപോലെയുള്ളൊരു ശാന്തി കൈവരുത്തേണ്ടിയിരിക്കുന്നു. എങ്കിലേ ശരിയായ പരസ്പര ബന്ധത്തിന് തടസ്സമാകുന്ന വികാര വിക്ഷോഭങ്ങളുടെ വമ്പിച്ച മതിലുകളെ മറികടന്ന് സഹവർത്തിത്വത്തിൻ്റെ ഊഷ്മളതയുള്ള ആശയവിനിമയം നടത്താനും ഞങ്ങളെന്നും നിങ്ങളെന്നും മുദ്ര കുത്തപ്പെട്ടതിനെയെല്ലാം എന്നേക്കുമായി മായ്ച്ചു കളയാനും ആവുകയുള്ളൂ. വംശത്തിൻ്റെയും മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ വിഭജിക്കപ്പെട്ട് ഭയത്തിൽ കഴിയുന്ന ശാക്തിക ചേരികൾ തമ്മിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അസാമാന്യ ധൈര്യശാലികൾക്കു മാത്രമേ തമ്മിലടിക്കുന്ന കക്ഷികൾക്കിടയിലെ നിഷ്പക്ഷ ഭൂമികയിൽ പ്രവേശിച്ച് സമാധാനത്തിൻ്റെ സന്ദേശം പാടാനാവുകയുള്ളൂ. ഈ നിഷ്പക്ഷ ഭൂമിക എന്ന് പറയുന്നത് പരമസത്യം തന്നെയായ ആത്മാവല്ലാതെ മറ്റൊന്നുമല്ല. അവിടെ നിന്നാണല്ലോ ജീവനോടും നന്മയോടുമുള്ള അടങ്ങാത്ത സ്നേഹം ഓരോ മനുഷ്യനിലും ഉറവ പൊട്ടി വരുന്നത്. അപ്പോസ്തലനായ സെയിൻറ്റ് ജോൺ അതിനെ വചനം എന്ന് വിളിച്ചു. അതിനെ തന്നെ ഛാന്തോക്യോപനിഷത്തിൽ ഓം എന്ന് പറഞ്ഞിരിക്കുന്നു. ആത്മസാക്ഷാത്കാരം എന്നത് ആകെ നന്മയിൽ അധിഷ്ഠിതമായി എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന പൊതുതത്വത്തെ അറിഞ്ഞു ജീവിക്കുകയാണ്. അത് അവർ എന്ന് മുദ്ര കുത്തപ്പെട്ടിട്ട് അവരോടുള്ള ഒടുങ്ങാത്ത വിദ്വേഷം ഉപേക്ഷിക്കുമ്പോൾ ജീവിതത്തിനുണ്ടാകുന്ന വിശാലതയാണ്. കൈയടക്കി വെക്കാനും ആധിപത്യം ചെലുത്താനുമുള്ള പ്രാകൃതികമായ വാസനകളിൽ നിന്ന് വിടുതൽ നേടി മനുഷ്യൻ ഹൃദയവിശുദ്ധി കൈവരിച്ചാലേ ഇത് പ്രാവർത്തികമാവുകയുള്ളൂ. അതുപോലെ നിഷ്ഠൂരന്മാർക്ക് എളുപ്പം വഴങ്ങുന്ന അടിമത്ത മനോഭാവത്തെയും നാം പൂർണ്ണമായും വെടിയണം. അടിച്ചമർത്തുകയോ അടിച്ചമർത്തപ്പെടാതിരിക്കുകയോ ചെയ്യുക എന്നതാണ് മനുഷ്യന് കൈവരിക്കാവുന്ന ആത്യന്തിക മോചനം. സാമൂഹികമായ മൂല്യബോധത്തിലുള്ള ഇത്തരമൊരു ഉണർവ് തുടർച്ചയായ ആത്മവിമർശനത്തിലൂടെയും ശരിയായ വിദ്യാഭ്യാസത്തിലൂടെയും മാത്രമേ നേടിയെടുക്കാനാവൂ. അതിനുള്ള യത്നത്തെയാണ് ഉപനിഷത്തുകൾ യജ്ഞം എന്ന് വിളിച്ചു പോരുന്നത്. അല്ലാതെ യജ്ഞം എന്നാൽ ആത്മാഹുതിയല്ല, വിലകെട്ട സങ്കുചിതമായ വിഭാഗീയമായ ഒന്നിനെ
ദൈവരാജ്യത്തിൻ്റെ പ്രാപ്തിക്ക് യോഗ്യതയുള്ളതാക്കുന്ന യത്നമാണിത്. പരമപ്രേമം വാഴുന്ന ദൈവരാജ്യത്തിൽ വർഗങ്ങളും ഭേദങ്ങളുമില്ല. സത്യസാക്ഷാത്കാരം കൊതിക്കുന്ന മനസ്സിൽ മഹത്തായ ഈ മൂല്യനവീകരണം നടക്കുന്നതിന് തുടക്കം കുറിക്കാൻ നമുക്കോരോരുത്തർക്കും കഴിയുമാറാകട്ടെ.